ശ്രീനേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ മലയാളി മധ്യവർഗ കുടുംബങ്ങൾക്കുള്ളിൽ എന്ത് നടക്കുന്നു എന്ന് രസകരമായിട്ട് നർമ്മബോധത്തോടു കൂടിയിട്ട് മലയാളികളെ എല്ലാവരെയും കാട്ടിത്തന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. കൈവച്ചിട്ടുള്ള സമസ്ത സിനിമാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് വെന്നിക്കൊടി പാറിച്ച ഒരു ആൾ. പിന്നെയും നമ്മൾ പറയാനാണെങ്കിൽ സമകാലിക രാഷ്ട്രീയം എന്ന് പറയുന്നത് സന്ദേശം എന്ന് പറയുന്ന സിനിമയ്ക്കപ്പുറത്തേക്ക് ഒട്ടും തന്നെ നീങ്ങിയിട്ടില്ല എന്ന് ഓരോ ഇലക്ഷൻ കാലഘട്ടവും കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. അതുപോലെ തലയണ മന്ത്രം തുടങ്ങി ഒരുപാട് അനവധി സിനിമകൾ നമ്മൾ ശ്രീനിവാസന്റെയും സത്യനന്ദിക്കാടിൻ്റെയും സിനിമകൾ കണ്ട് വളർന്ന ബാല്യ കൗമാരങ്ങളാണ് നമ്മുടേത്. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അന്ന് സോഷ്യൽ മീഡിയയുടെ ഒന്നും കാലമല്ല. അപ്പോൾ ബിഹൈൻഡ് ദ സ്ക്രീൻ തിരശീലയ്ക്ക് പിന്നിലുള്ളവരെ കുറിച്ച് കൂടുതലായിട്ട് ആർക്കും അറിയാത്ത ഒരു കാലം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ഫാദറിലോ ആണ് പട്ടണക്കാട് പുരുഷോത്തമൻ. അപ്പോൾ ശ്രീനിയേട്ടൻ ചെയ്ത രസകരമായ ഒരു കഥാപാത്രമുണ്ട്. അതായത് പട്ടണക്കാട് പുരുഷോത്തമൻ എന്ന് പറയുന്ന പാട്ടുകാരനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ട്, പക്ഷെ പാട്ടുകാരനെ ആരും കണ്ടിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ശ്രീനിയേട്ടൻ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുന്ന ചിത്രത്തിൽ പട്ടണക്കാട് പുരുഷോത്തമനായിട്ട് അഭിനയിക്കുകയും ഈ സിനിമ ഞാൻ കാണുകയും എൻ്റെ ഹസ്ബൻഡ് എന്നെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് കല്യാണത്തിന് ഞാൻ സമ്മതിക്കാം, അങ്ങനെയാണെങ്കിൽ എനിക്ക് ശ്രീനിയേട്ടനെ പരിചയപ്പെടുത്തി തരണം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമ്മളുടെ സ്കൂൾ ടൈം മുതൽ നമ്മൾ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഇതിഹാസത്തെ പല രീതിയിലും എഴുത്തുകാരനെ അക്ഷരങ്ങളോടും പുസ്തകങ്ങളോടുമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതേ ഇഷ്ടം തന്നെയാണ് സാഹിത്യകാരനോടും. എനിക്ക് മലയാള സിനിമയിൽ ശ്രീനിവാസനോളം ആരാധന തോന്നിയ ഒരു വ്യക്തി വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു വാക്കിന് പുറത്ത് അദ്ദേഹം എന്നെ പരിചയപ്പെടുത്താമെന്ന് പറയുകയും 20 വർഷങ്ങൾക്ക് മുൻപ് എന്നെ ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് ശ്രീനേട്ടനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ഞാനും വളരെ യാദൃച്ഛികമായിട്ട് മലയാള സിനിമയുടെ ഒരു ഭാഗമായി. അന്ന് വീണ്ടും ഒരു സെറ്റിൽ വെച്ച് ശ്രീനേട്ടനെ പരിചയപ്പെടുന്നു. ആ സൗഹൃദവും സ്നേഹവും, ശ്രീനേട്ടൻ്റെ സൗഹൃദങ്ങളെ എന്താ പറയുക കൂട്ടി ഉറപ്പിച്ച് നിർത്താനുള്ള അസാമാന്യമായ ഒരു കരുത്തുള്ള കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ സൗഹൃദം അദ്ദേഹം വിട പറയുന്ന സമയം വരെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ഇത്രയധികം പറഞ്ഞു വരുമ്പോൾ വളരെ ഇമോഷണലായി പോകും. എന്നെ പോലെ തന്നെ അനവധി ഓർമ്മകളുള്ള വ്യക്തികളാണ് എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഓരോരുത്തരും. അപ്പോൾ ഞാൻ ടിനിച്ചേട്ടനെ ക്ഷണിക്കുകയാണ് ശ്രീനേട്ടനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട്. എന്തായാലും ഞാൻ വിശ്വസിക്കുന്ന ഭഗവാൻ ശ്രീ നാരായണൻ്റെ പാദത്തിൽ അദ്ദേഹം സുരക്ഷിതമായിട്ടിരിക്കട്ടെ എന്നും അദ്ദേഹത്തിന് അഭയമുണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രീനേട്ടന് സദ്ഗതി നേരുന്നു. ശ്രീനേട്ടന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ടിനിച്ചേട്ടൻ. ശ്രീനേട്ടൻ്റെ ജീവിത ബന്ധമുള്ള ഒരുപാട് പേരുണ്ട്. ഞാനൊക്കെ അനുഭവം പറഞ്ഞാൽ കുറഞ്ഞു പോകും, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല.